ഇന്ന് നമുക്ക് ഒരു നാടൻ വിഭവമായിട്ടുള്ള വെള്ളരിക്കയും മാങ്ങയും മുരിങ്ങക്കോലും കൂടി എങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുള്ള വെള്ളരിക്ക ആദ്യം ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നാടൻ വിഭവങ്ങൾ എപ്പോഴും മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതിനൊരു പ്രത്യേക രുചിയാണ്. അല്ലാത്ത പാത്രങ്ങളാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചേർക്കാം. ഇനി അതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒരു തവി കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിനിടയ്ക്ക് ഞാൻ ഉപ്പ് ചേർക്കുന്ന കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് ആദ്യം കുക്ക് ചെയ്യാം. അഞ്ച് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് അതിലേക്ക് നന്നാക്കി വെച്ചിട്ടുള്ള മുരിങ്ങക്കോല് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളരിക്ക വേവുന്ന സമയത്ത് അതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർക്കണമായിരുന്നു. ഞാനത് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റേജിൽ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് മൂടി വെച്ച് ഒരു 1/4 വേവാകുന്നത് വരെ വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 1/4 വേവായിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യമേ തന്നെ മാങ്ങ ചേർത്താൽ അത് വെന്തുടഞ്ഞു പോവും. അതുകൊണ്ട് ഈ സ്റ്റേജിൽ ഒരു 1/4 വേവാകുമ്പോൾ മാങ്ങ ചേർത്ത് വേവിച്ചെടുക്കാം. മാങ്ങ ചേർത്ത് അത് നന്നായിട്ട് വേവിക്കാൻ വെച്ചതിന് ശേഷം നമുക്കത് വെന്ത് വരുന്ന സമയം കൊണ്ട് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇഷ്ടമുള്ളവർക്ക് ചെറിയ ജീരകം ഒരു നുള്ളു കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വെന്ത കഷ്ണങ്ങളിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് തിളച്ച് തുടങ്ങുന്ന സ്റ്റേജ് വരെ നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ പതുക്കെ തിളപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. തവ വെച്ച് ഇളക്കാം. കൂടുതൽ തിള വരേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് ചട്ടി ഇവിടെ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് താളിക്കാനുള്ളതാണ്. അടുപ്പിലേക്ക് ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ചീനച്ചട്ടി ഒന്ന് ചൂടാകുന്ന സമയത്ത് നമ്മൾ തലയും വാലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ വറുത്ത ചെമ്മീൻ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെമ്മീൻ വറുത്ത എണ്ണയിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇഷ്ടമുള്ളവർക്ക് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് കൂടി ചേർക്കാവുന്നതാണ്. ഇനി താളിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.